ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാംസ് ഫ്ലേവർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, കുറച്ച് ഗ്രീൻ പീസ്, അത് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് മല്ലിയില വേണം, 2 ഗ്രാമ്പൂ, ഒരു മറ്റേ ഫ്ലവറില്ലേ തക്കോലം എന്നൊക്കെ, അതിൻ്റെ ഒരു ലീഫ് മതി. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളക് വേണം. ഒരു പിടി തേങ്ങയും 10-12 ബദാം പരിപ്പും കുതിർത്തതാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. ബദാം പരിപ്പ് അല്ലെങ്കിൽ കശുവണ്ടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കുക്കർ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ഗ്രാമ്പും ഒരു ഫ്ലവറിൻ്റെ ഇത്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴന്നു വരുമ്പോഴേക്കും തേങ്ങയും ബദാം കുതിർത്തതും കൂടി അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഓരോ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ബീൻസ്. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് കൂടി, കുതിർത്ത ഗ്രീൻ പീസ്. ഇത് തലേന്ന് രാത്രിയിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചക്കറി ഒന്ന് നികന്ന് കിടക്കാനുള്ള വെള്ളം ഇത്രയും മതിയാവും. ഇതിന് ശേഷം നമുക്ക് കുക്കർ അടയ്ക്കാം. നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഗരം മസാലയും പെരുംജീരകം പൊടിച്ചതും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകം പൊടിച്ചത് കുറച്ച് മതി, ശകലം മതി. ഗരം മസാല ഒരു 1/2 സ്പൂണൊക്കെ കാണും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയും ബദാം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണമേ. ഒരു ശകലം വെള്ളം ഒഴിച്ച് ഈ ജാറൊന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ഇതിനകത്തോട്ടേക്ക് ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറായിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു കുറുമ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.